ഇടുക്കിയിൽ നടക്കുന്ന വിഭാഗീയ പ്രവർത്തനങ്ങൾക്ക് വി.എസ്. അച്യുതാനന്ദന്റെ മൗന സമ്മതമുണ്ടെന്നും വിമർശനം. ജില്ലാ സെക്രട്ടറി എം.എം. മണി അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ടിന്മേൽ നടന്ന ചർച്ചയിലാണ് വിമർശനം. ഔദ്യോഗിക പക്ഷത്തിന് നേരെ ഉയർന്ന ആക്ഷേപങ്ങൾക്ക് ജില്ലാ കമ്മിറ്റി മൃദു സമീപനം സ്വീകരിക്കുന്നത് ശരിയല്ലെന്ന് ചർച്ചയിൽ പങ്കെടുത്ത ചില പ്രതിനിധികൾ പറഞ്ഞു. സാമ്പത്തിക ക്രമക്കേട് നടത്തിയവർക്കും സ്വജനപക്ഷപാതം കാണിക്കുന്നവർക്കുമെതിരെ നടപടി സ്വീകരിക്കാത്തത് ശരിയായില്ലെന്നും വിമർശനമുണ്ടായി. വി.എസ്. പക്ഷക്കാരായ എൻ. ശിവരാജൻ, എൻ. വി. ബേബി എന്നിവർക്കെതിരെ പ്രവർത്തന റിപ്പോർട്ടിൽ വിമർശനം ഉയർന്നിരുന്നു. ജില്ലയിൽ വിഭാഗീയത ഉണ്ടാക്കാൻ ഇവർ ശ്രമിക്കുന്നുവെന്നും സമ്മേളനത്തിന് ശേഷം ഇവർക്കെതിരെ നടപടിയുണ്ടാകുമെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു. റിപ്പോർട്ടിന്മേൽ നടന്ന ചർച്ചയിലാണ് വി.എസിനെതിരെയും വിമർശനം ഉയർന്നത്. ജില്ലയിലെ വിഭാഗീയ പ്രവർത്തനങ്ങൾക്ക് വി.എസിന്റെ പിന്തുണയുണ്ടെന്ന് ചില പ്രതിനിധികൾ കുറ്റപ്പെടുത്തി. അതേസമയം ചിലർക്കെതിരെ കർശന നടപടിയെടുക്കുന്ന നേതൃത്വം മറ്റു പല നേതാക്കളുടെയും കാര്യത്തിൽ മൃദു സമീപനമാണ് സ്വീകരിക്കുന്നതെന്ന വിമർശനവും ഉണ്ടായി. പീരുമേട് ടീ കമ്പനിയുമായി ചേർന്ന് തൊഴിലാളി വിരുദ്ധ തീരുമാനങ്ങളെടുത്ത പി.എസ്. രാജനെതിരായ നടപടി താക്കീതിലൊതുക്കിയത് ശരിയായില്ലെന്ന് ചില പ്രതിനിധികൾ കുറ്റപ്പെടുത്തി. പി.എസ്. രാജനെതിരെ പാർട്ടി കടുത്ത നടപടിയാണ് എടുക്കേണ്ടിയിരുന്നത്. രക്തസാക്ഷി അനീഷ് രാജന്റെ കുടുംബത്തോട് സെക്രട്ടേറിയറ്റ് അംഗം പി.എൻ. വിജയൻ നീതി കാണിച്ചില്ലെന്ന ആക്ഷേപവും ഉയർന്നു. രാജനും വിജയനുമെതിരെ വ്യക്തിപരമായ ആക്ഷേപങ്ങളും ചർച്ചയിൽ ഉയർന്നു വന്നു. തൊടുപുഴയിൽ നിന്നുള്ള സെക്രട്ടേറിയറ്റ് അംഗം രാധാകൃഷ്ണനെതിരെയും വിമർശനമുണ്ടായി. പ്രവർത്തന റിപ്പോർട്ടിൽ CPI-ക്കെതിരെ രൂക്ഷമായ വിമർശനമായിരുന്നു ഉണ്ടായിരുന്നത്. അതേസമയം ഹൈറേഞ്ച് സംരക്ഷണ സമിതിയുമായി ബന്ധം തുടരുമെന്ന സൂചനയും റിപ്പോർട്ടിലുണ്ട്. റിപ്പോർട്ടിന്മേൽ ഇന്ന് ചർച്ച പൂർത്തിയാകും. വൈകിട്ടോടെ പുതിയ ജില്ലാ കമ്മിറ്റിയുടെ കാര്യത്തിൽ ഏകദേശ ധാരണയാകും. എം.എം. മണി സ്ഥാനമൊഴിയുന്ന സാഹചര്യത്തിൽ കെ. ജയേന്ദ്രൻ പുതിയ ജില്ലാ സെക്രട്ടറിയാകുമെന്നാണ് സൂചന. സനൽ ഫിലിപ്പ്, റിപ്പോർട്ടർ, ഇടുക്കി.